എനിക്കിത് നേരത്തെ തോന്നിയിരുന്നു. ഈ സ്പെയിൻ്റെ ആൾക്കാർക്ക് ഒരു പണി വരുന്നുണ്ട്. എന്ത് പണിയാന്ന് പറയില്ല, ഒരു മുട്ട പണി വരുന്നുണ്ട്. അത് ഞാൻ സ്ക്രിപ്റ്റ് വരെ എഴുതി വെച്ചതാണ് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ മടിയാണ്, ഞാനത് ചെയ്തില്ല. ഐ ഓൾമോസ്റ്റ് പ്രെഡിക്റ്റഡ് ദിസ് എന്ന് വേണമെങ്കിൽ പറയാം. സ്പെയിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള പെഡ്രോ സാഞ്ചസിൻ്റെ അത്രയും ധൈര്യം വേറെ ഒരാൾക്കുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇയാളുടെ സ്റ്റാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കക്കെതിരും ഇസ്രായേലിനെതിരും ഇത്രയും പറഞ്ഞിട്ടുള്ള വേറൊരു നേതാവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെറുതെ അല്ല പറയുന്നത്, ഇസ്രായേലിനെതിരെ ട്രേഡ് റെസ്ട്രിക്ഷനും ആംസ് എംബാർഗും, ഒരു വെപ്പൺ പോലും സ്പെയിനൊന്ന് ഇസ്രായേലിലേക്ക് പോയില്ല. അതുപോലെ ഏത് കപ്പൽ ചരക്ക് കയറ്റിയിട്ട് ഇസ്രായേലിലേക്ക് വരാൻ നിന്നിട്ടുണ്ടെങ്കിലും അത് ഈ പോർട്ട്, സ്പെയിൻ്റെ ഒരു പോർട്ടിലേക്കും അങ്ങനത്തെ കപ്പലിനെ അടുപ്പിക്കില്ല എന്ന് പറഞ്ഞ ഒരാളാണ്. ഇസ്രായേൽ ഗാസയിൽ നടത്തുന്നത് ജെനിസൈഡ് ആണെന്ന് പറഞ്ഞ ആദ്യത്തെ ഒരാൾ കൂടിയാണ് പെഡ്രോ സാഞ്ചസ്. ഇതൊന്നും പോരാഞ്ഞിട്ട് മെയിൻ ആളുമായിട്ട് അടിയാണ്, ട്രംപുമായിട്ട് മെയിൻ അടിയാണ്. നേറ്റോന്റെ 2025 കോൺഫറൻസിൽ രണ്ടുപേരും തമ്മിൽ, സാഞ്ചസും ട്രംപും തമ്മിൽ മുട്ടൻ അടിയായെന്നാണ് പറയുന്നത്. അതായത് ഈ എക്സ്പെൻഡിച്ചർ കൂട്ടാൻ പറഞ്ഞപ്പോൾ അതൊന്നും പറ്റില്ല, പോയി പണം നോക്കാൻ പറഞ്ഞിട്ട് സാഞ്ചസ് പറഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും വൻ അടിയെ. അതുപോലെ ഇറാന്റെ വാറിന് ഒരു സ്പാനിഷ് ബേസിസ് ഞങ്ങൾ തരില്ല, ഞങ്ങൾ യുദ്ധത്തിനെതിരാണെന്ന് പറഞ്ഞ ആൾ കൂടിയാണ്. പിന്നെ വെനിസ്വേലയിൽ മെഡൂറോനെ തൂക്കിയിട്ട് പോയപ്പോഴും അപ്പോഴും അതിനെതിരെ ആദ്യം പറഞ്ഞത് പെഡ്രോ സാഞ്ചസ് ആണ്. അപ്പോൾ ഇനി നമ്മുടെ മൊറോക്കോയിലേക്ക് വന്നു കഴിഞ്ഞാൽ, മൊറോക്കോയിനൊക്കെ എന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വെസ്റ്റേൺ സഹാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതൊരു ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ലാൻഡാണ്. അത് മൊറോക്കോയ്ക്ക് വേണമെന്നാണ് മൊറോക്കോക്കാർ പറയുന്നത്. അതൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം ആവണം എന്നാണ് അൾജീരിയക്കാർ പറയുന്നത്. അപ്പം മൊറോക്കോക്കാർ ബുദ്ധിയുണ്ട്. അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 2020 തന്നെ എബ്രഹാം അക്കോർഡ്സിൽ സൈൻ ചെയ്തു. എബ്രഹാം അക്കോർഡ്സ് സൈൻ ചെയ്തപ്പോൾ ശേഷം പിന്നെ എന്തായി, അമേരിക്കക്കാരും ഇസ്രായേലുകാരും മൊറോക്കോയ്ക്ക് നിങ്ങൾ എടുത്തോ, വെസ്റ്റേൺ സഹാറക്കാർ സ്ഥലം നിങ്ങൾ എടുത്തോ, അവർക്ക് സെപ്പറേറ്റ് ഇൻഡിപെൻഡൻസ് ഒന്നും കൊടുക്കണ്ട എന്നുള്ള നിലപാടായി ഇവർക്ക് രണ്ടുപേർക്കും. അപ്പോൾ ഇപ്പോൾ ഇസ്രായേലിന് അമേരിക്കൻ്റെ ഫുൾ സപ്പോർട്ട് മൊറോക്കോയിലേക്ക് ഉണ്ട്. ആ ഒരു കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. ജൂലൈ 2021 പോളിസാരിയോ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ഈ വെസ്റ്റേൺ സഹാറിനെ ഇൻഡിപെൻഡൻ്റ് ആക്കണം എന്ന് പറയുന്നത്. അതിലെ ഒരു നേതാവിന് കോവിഡ് വന്നപ്പോൾ അയാളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് സ്പെയിനിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ മൊറോക്കോയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അന്ന് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 8000 ഇല്ലീഗൽ മൈഗ്രൻസിനെ സിയൂട്ട എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് വിട്ടിട്ട് അവർ അങ്ങനെ ഒരു അറ്റാക്ക്, ഒരു പ്രഷർ സ്പെയിനിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം എന്താ സംഭവിക്കുന്നത്, 10 ദിവസം മുന്നേ ഈ പെഡ്രോ സാഞ്ചസ് അൾജീരിയയിൽ ചെന്നിട്ട് കൈയൊക്കെ കൊടുത്ത് ഒരു പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു അൾജീരിയയിൽ വെച്ചിട്ട്. അത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല, മൊറോക്കോക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ അമേരിക്ക ഇസ്രായേലും നോക്കിയിരിക്കുകയാണ് ഇയാൾക്കൊരു പണി കൊടുക്കണമെന്ന്. അങ്ങനെയാണ് ആക്ച്വലി ഈ 50,000 പേര് ഇപ്പോൾ സിയൂട്ട എന്നുള്ള സ്ഥലത്തേക്ക് എല്ലാവരും കൂടി ഇരച്ച് കയറുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടില്ലേ. അത് ആക്ച്വലി നടന്നത് ഇങ്ങനെയാണ്. ആ ഒരു ക്രോണോളജി ഓർഡർ ഇങ്ങനെയാണ്.